പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് PO റെഗുലേഷൻസ് 2024 വന്ന ശേഷമുള്ള ചേഞ്ചസ് പ്രതിപാദിക്കുന്ന 6ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കാം. അതെല്ലാം ഒന്ന് ഓർഡറായിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രൊഹിബിഷൻസാണ്. എന്തൊക്കെ പോസ്റ്റൽ സർവീസ് വഴി അയക്കുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കുന്നു. അത് ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡൊമസ്റ്റിക് ഐറ്റംസ് ആണ്. അതായത് ഇതിന് ഇന്ത്യയിലുള്ള പ്രൊഹിബിഷൻസ്, ഇൻലാൻഡ് പ്രൊഹിബിഷൻസ്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദീസ് റെഗുലേഷൻസ് നോ പേഴ്സൺ ഷാൾ സെൻഡ് ബൈ പോസ്റ്റ്. ഇതിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ഒരാളും പോസ്റ്റൽ സർവീസ് വഴി താഴെ പറയുന്ന അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, ഇനി എക്സ്പ്ലോസീവ്, ഡേഞ്ചറസ്, ഫിൽത്തി, നോക്ഷ്യസ് ഓർ ഡെലിറ്റീരിയസ് സബ്സ്റ്റൻസ്, അതായത് സ്ഫോടനാത്മകമായ, ഡേഞ്ചറസ് അപകടകരമായ, ഫിൽത്തി എന്ന് പറഞ്ഞാൽ ഡേർട്ടി, പിന്നെ നോക്ഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസണസ് ആയിട്ടുള്ള, ഡെലിറ്റീരിയസ് എന്ന് പറയുമ്പോഴത്തേക്കും അതേ അർത്ഥമാണ് വരുന്നത്, അപകടകരമായിട്ടുള്ള. എനി ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ് നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റ് ചെയ്യാത്ത ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. എനി ലീവിങ് ക്രീച്ചർ വിച്ച് ഈസ് ഐദർ നോക്ഷ്യസ് ഓർ ലൈക്ലി ടു ഇഞ്ചുർ ഐറ്റംസ് ഇൻ കോഴ്സ്. അതായത് ഇത് ലീവിങ് ക്രീച്ചർ, അത് അതിൻ്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന മറ്റ് പോസ്റ്റൽ ഐറ്റംസിനെയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫുകളെയോ ഇനി ഓഫീസർ ഓഫ് ദ പോസ്റ്റ് ഓഫീസിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ അതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ്, എനിത്തിങ് ലൈക്ലി ടു ഇഞ്ചുർ എനി ഐറ്റം ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ബൈ പോസ്റ്റ്. അതായത് പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫുകൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഐറ്റം, അതും പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. എനി ടിക്കറ്റ്, പ്രപ്പോസൽ, അഡ്വർടൈസ്മെൻറ്റ് ഓർ എനി ദ മാറ്റർ റിലേറ്റീവ് ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ, അഡ്വർടൈസ്മെൻറ്റുകൾ അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റുകൾ, ഇതൊക്കെ അയക്കാൻ പാടില്ല. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ദ കേസ് വെർ ദ ലോട്ടറി ഈസ് ഓർഗനൈസ്ഡ് ഓർ ഓതറൈസ്ഡ് ബൈ അതായത് ആ ലോട്ടറി ഓതറൈസ് ചെയ്യപ്പെട്ടതായിരിക്കണം ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അങ്ങനെയാണെങ്കിൽ അത് അയക്കാമെന്ന് പറയുന്നത്, അല്ലാത്ത പക്ഷം അയക്കരുത്. അടുത്ത ഇനി ഇൻഡീസെൻറ്റ്, ഇമ്മോറൽ ഓർ ഒബ്സീൻ പ്രിൻറ്റിങ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് അശ്ലീലമായിട്ടുള്ള, ധാർമ്മികപരമല്ലാത്ത, ഇമ്മോറൽ, ഈ പ്രിൻറ്റിങ്, പെയിൻറ്റിങ്, ഫോട്ടോഗ്രാഫ്, ലിത്തോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ശിലാലേഖ, എൻഗ്രേവിങ്സ്, അതായത് ചിത്രപ്പണി, പിന്നെ ബുക്ക്, കാർഡ്, അതുപോലത്തുള്ള ഈ ഇമ്മോറലായിട്ടുള്ള ഒരു കാര്യവും അനുവദിക്കുന്നതല്ല, പ്രൊഹിബിറ്റഡ് ആണ്. എനി ഐറ്റം ഹാവിങ് ദെയർ ഓൺ ഓർ ഓൺ ദ, അതായത് എന്തെങ്കിലും വേർഡ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനുകൾ, അതൊക്കെ അശ്ലീലമായിരിക്കുക, അല്ലെങ്കിൽ സിഡീഷ്യസ്, അതായത് കലാപം ജനിപ്പിക്കുക, വിപ്ലവം ഒക്കെ പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുന്ന തരത്തിലുള്ളത്. സ്ക്യൂറിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദിക്കുന്ന തരത്തിലുള്ളത്, ത്രെട്ടനിങ്, പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഹിബിറ്റഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഐറ്റം, അതായത് അടുത്ത പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ലാ ആൻഡ് ഓർഡറിന് ദോഷകരമാകുന്ന കാര്യങ്ങളൊക്കെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ അയക്കില്ല, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഐറ്റം ഹാവിങ് ദെയർ ഓൺ ഓർ ഓൺ ദ കവർ ദെയർ ഓഫ് എനി പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് പ്രൊക്ലെയിംഡ് ഒഫൻഡർ. അതായത് ഒരു കുറ്റവാളിയായി മുദ്ര കുത്തപ്പെട്ട ഒരാളുടെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഓർ ഹു ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ എനി ആപ്ലിക്കബിൾ ലോ ഓഫ് ദ ലാൻഡ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന് അനുസരിച്ച് പണിഷബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്തവൻ അല്ലെങ്കിൽ ഒരു ഒഫൻസ് നടത്തിയവൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഉൾക്കൊള്ളുന്നതോ അല്ലെങ്കിൽ അത് പുറമേ ഉള്ളതായിട്ടുള്ള ആർട്ടിക്കിളുകൾ അയക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൊഹിബിറ്റഡ് ആണ്. അടുത്ത നോക്കുക, എനി ഐറ്റം ഹാവിങ് ദെയർ ഓഫ്, അതായത് എനിത്തിങ് റിട്ടൺ, പ്രിന്റഡ് ഓർ അതർവൈസ് ഇംപ്രസ്ഡ് അപ്പോൺ ഓർ അറ്റാച്ച് ടു ഇറ്റ്സ് അഡ്രസ് സൈഡ്. അതായത് അഡ്രസ് സൈഡിൽ ഇംപ്രസ് ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സംഭവം അത് ഒരു സ്റ്റാമ്പുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ രീതിയിൽ ഉണ്ടെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ പറയുന്നത് ഓർ ബൈ ടെൻഡിങ് ടു പ്രിവെൻറ്റ് ദ ഈസി ആൻഡ് ക്വിക്ക് റീഡിങ് ഓഫ് ദ അഡ്രസ്സ്. അതായത് അഡ്രസ്സിൻ്റെ ഈസിയും അല്ലെങ്കിൽ വേഗത്തിലുള്ള വായനയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യമോ അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. വേറൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പും വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഓരോ സെൻറ്റൻസും നമ്മൾ ശ്രദ്ധിച്ച് പോകണം, ഓരോ വാക്കുകളും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീപ്പായിട്ട് പോകുന്നത്. അല്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം ഇതിനകത്തില്ല. ഇത് സിമ്പിളായിട്ടുള്ള പോർഷൻസാണ്. പക്ഷേ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ആ ഒരു അവയർനെസ് വേണം. അടുത്ത പോയിന്റ് പറയുന്നത് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആസ് ഡിഫൈൻഡ് ബൈ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് സെൻട്രൽ ബോർഡ്. ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് സെൻട്രൽ ബോർഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ള
നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ. നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനകത്ത് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ ആ ഒരു ബോർഡ്, അതായത് ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് ഇങ്ങനെ പറഞ്ഞിരിക്കും, ലിസ്റ്റ് ചെയ്തിരിക്കും. അതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. ഓർ അതർ ഇല്ലിസിറ്റ് ഡ്രഗ്സ് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ഇൻ ദ കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ഡെസ്റ്റിനേഷൻ. ഇത് കൂടാതെ ഈ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ഡ്രഗ്സുകൾ അത് ഓരോ കൺട്രിയിലും ഓരോ ടെറിട്ടറിയിലും ഇങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഉൾപ്പെടും. അതൊന്നും അയക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ഒറിജിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, സെൻട്രൽ ഗവൺമെൻറ് നിരോധിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓതറൈസ്ഡ് ഏജൻസികൾ പ്രൊഹിബിറ്റ് ചെയ്തതായിരിക്കാം, അതും ഇതിനകത്ത് ഉൾപ്പെടും. അടുത്തത് കൗണ്ടർ ഫീറ്റ് ആൻഡ് പൈറേറ്റഡ് ഐറ്റംസ്, അതായത് വ്യാജമായിട്ടുള്ള ഈ സ്റ്റാമ്പ്, വ്യാജ സ്റ്റാമ്പ്, വ്യാജ നോട്ട്, ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. എനിത്തിങ് വിച്ച് ബൈ ദർ നേച്ചർ ഓർ ദർ പാക്കിംഗ് മേ എക്സ്പോസ് ഒഫീഷ്യൽസ് ഓഫ് ദ, അതായത് ജനറൽ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഒഫീഷ്യൽസിനോ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പോസ്റ്റൽ എക്യുപ്മെൻസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്യാത്തത്, അതായത് ഓരോ ആർട്ടിക്കിളിനും കൊടുക്കേണ്ടതായിട്ടുള്ള പ്രോപ്പർ പാക്കിംഗ് കൊടുക്കാത്ത ഐറ്റംസ് പ്രൊഹിബിറ്റഡ് ആണ്. കാരണം അത് നമ്മുടെ ഒഫീഷ്യൽസിനെ ഇൻജുർ ചെയ്യും. ഡേഞ്ചറസ് ഗുഡ്സ്, അപകടകരമായിട്ടുള്ള സംഭവങ്ങൾ, നാർക്കോട്ടിക്സ്, പിന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, പ്രൊഹിബിറ്റഡ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ഐറ്റംസ്. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സുകളും കോസ്മെറ്റിക്സ് ഐറ്റംസും ഐറ്റംസ് പ്രൊഹിബിറ്റഡ് ബൈ, അതായത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 പ്രകാരമുള്ള പ്രൊഹിബിഷൻസ് ഓർ ഐറ്റംസ് പ്രൊഹിബിറ്റഡ് ബൈ എനി ലോ ഓഫ് ദ ലാൻഡ്, രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, ഇതിൽ ആ ഫുൾ ഫോം ഉള്ളതൊക്കെ ശ്രദ്ധിക്കുക. അതിനകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെങ്കിലും ചില വേർഡ്സുകളൊക്കെ അതിനകത്ത് ആ ഒരു അസോസിയേഷൻ്റെ കാര്യങ്ങളൊക്കെ, ആ ആക്ട്, ഇതൊക്കെ ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. അടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വാചകങ്ങളിൽ ഉപയോഗിച്ചല്ലോ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പെടും എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അതായത് ഡേഞ്ചറസ് ഗുഡ്സ് മീൻസ് ഐറ്റംസ് ഓർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ കാപ്പബിൾ ഓഫ് പോസിങ് എ റിസ്ക് ടു ഹെൽത്ത്, പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് റിസ്ക് ഉണ്ടാക്കുന്നവ, പിന്നെ സേഫ്റ്റിക്ക്, പിന്നെ പ്രോപ്പർട്ടിക്ക്, എൻവയറോൺമെൻറ്റിന് അതൊക്കെ ദോഷം സൃഷ്ടിക്കുന്നവ. വിച്ച് ഇൻക്ലൂഡ് എക്സ്പ്ലോസീവ്സ്, ഇതിനകത്ത് എക്സ്പ്ലോസീവ്സ് ഉൾപ്പെടും, ഗ്യാസസ്, ഫ്ലേമബിൾ ലിക്വിഡ്സ്, പെട്ടെന്ന് കത്തുന്ന ലിക്വിഡുകൾ, ടോക്സിക് ആൻഡ് ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസ്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, കൊറേസീവ്സ് ആൻഡ് അതർ മീൻസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. അത് നമ്മുടെ സേഫ്റ്റിക്കും ആരോഗ്യത്തിനൊക്കെ അപകടകരമാണ്. അടുത്തത് ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പ്രൊവൈഡഡ് ദാറ്റ് ബാറ്ററി ആൻഡ് അതർ ഐറ്റംസ് ദ ട്രാൻസ്മിഷൻ ഓഫ് വിച്ച് ബൈ എയർ ഈസ് പ്രൊഹിബിറ്റഡ് ഷാൽ ബി സെൻഡ് ടു ദ അഡ്രസ് ത്രൂ സർഫസ് മോഡ് ഓൺലി. അതായത് ബാറ്ററി പോലത്തുള്ള ഐറ്റംസ് എയർ വഴി പോകത്തില്ല, അത് സർഫസ് മോഡ് വഴി അഡ്രസ്സിക്ക് അയച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. ലൈവ് ആനിമൽസ് എക്സെപ്റ്റ് അതർവൈസ് പെർമിറ്റഡ് ഇൻ ദീസ് റെഗുലേഷൻസ്, ഈ റെഗുലേഷൻസുകളിൽ അനുവദനീയമായിട്ടുള്ളത് ഒഴികെയുള്ള ഒരു ആനിമൽസും, അതായത് ലൈവ് ആനിമൽസും പറ്റില്ല എന്ന് പറയുന്നത്. പെർമിറ്റ് ആയിട്ടുള്ളതിന് പോവാം റെഗുലേഷൻസിനകത്ത്. അത് കോയിൻസ്, ബാങ്ക് നോട്ട്സ് ആൻഡ് അതർ വാല്യുബിൾ ഐറ്റംസ്, വാല്യുബിൾ ഐറ്റംസ് ആയിട്ടുള്ള ഈ കോയിൻസ്, ബാങ്ക് നോട്ട്സ് ഇവയൊക്കെ വരുമ്പോൾ ഉള്ള കേസിൽ അതിൽ പെർമിഷൻ ഉണ്ടാവണം. പ്രൊവൈഡഡ് ദാറ്റ് അതായത് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് റെഗുലേഷൻസ് 2015 മേഡ് അണ്ടർ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999, ഇതൊക്കെ അനുസരിച്ചുള്ള അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചല്ലാതെയുള്ള കോയിൻസ്, ബാങ്ക് നോട്ട്സ് ഒന്നും അയക്കാൻ പാടില്ല. ഫർദർ ദാറ്റ് കറൻസി നോട്ട്സ്, കോയിൻസ് ഓർ ബാങ്ക് നോട്ട്സ് ആർ ഇൻവേരിയബിളി ബി ട്രാൻസ്മിറ്റഡ് അറ്റ് ഇൻഷുർഡ് ഐറ്റംസ്, അതായത് അയക്കുമ്പോൾ ഈ കറൻസി നോട്ട്സ്, കോയിൻസ്, ബാങ്ക് നോട്ട്സ് ഇതൊക്കെ ഇൻഷുർഡായിട്ട് വേണം അയക്കാനായിട്ട്. അതായത് ഈ ഗൈഡ് ലൈൻസ് വഴി RBIയുടെ പിന്നെ കുറച്ച് ആക്ടുകൾ പറഞ്ഞല്ലോ, റെഗുലേഷൻസ് പറഞ്ഞല്ലോ, അതൊക്കെ അനുസരിച്ചുള്ള അയപ്പ് വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള അയക്കുന്ന കേസിൽ ഈ കോയിൻസ്, ബാങ്ക് നോട്ട്സൊക്കെ ഇൻഷുർഡ് ആയിട്ട് വേണം അയക്കാനായിട്ട്, ഇൻഷുർഡ് ഐറ്റം ആയിട്ട് വേണം അയക്കാനായിട്ടെന്ന് പറയുന്നു. അടുത്ത അതർ ഐറ്റംസ് ഇമ്പോർട്ടേഷൻ ഓർ സർക്കുലേഷൻ ഓഫ് വിച്ച് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ദ കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ഒറിജിൻ ഓർ ഡെസ്റ്റിനേഷൻ, അതായത് അയക്കുന്ന കൺട്രിയിലോ അല്ലെങ്കിൽ ചെന്നെത്തേണ്ട കൺട്രിയിലോ ചില ഐറ്റംസിന് അതിൻ്റെ ഇമ്പോർട്ടേഷനും അതിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്നതിനും അത് സർക്കുലേഷൻ പ്രചരിപ്പിക്കുന്നതിനും പ്രൊഹിബിഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര ഐറ്റംസ് പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയുന്നു. ഡോക്യുമെന്റ്സ് ഹാവിംഗ് ദ ക്യാരക്ടർ ഓഫ് കറണ്ട് ആൻഡ് പേഴ്സണൽ കറസ്പോണ്ടൻസ്
എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പേഴ്സൺ അതർ ദാൻ ദ സെൻട്രൽ അഡ്രസ് ഓഫ് പേഴ്സൺ. അതായത് ഈ ഡോക്യുമെൻറ്റ്സിൽ അയക്കുമ്പോഴത്തേക്ക് ഈ ഡോക്യുമെൻറ്റ്സിന് ഒരു പേഴ്സണൽ കറസ്പോണ്ടൻസിൻ്റെ ഒരു സ്വഭാവം ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഡോക്യുമെൻറ്റ്സുകൾ അയക്കേണ്ടത് സെൻഡർ ആ പർട്ടിക്കുലർ അഡ്രസ്സിലായിരിക്കണം. അതായത് അവർ തമ്മിലുള്ള ഇടപെടായിരിക്കണം ഇത്, ആ സെൻഡർ ടു ദാറ്റ് പർട്ടിക്കുലർ അഡ്രസ്സിൽ. വേറെ ആളുകളെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻറ്റ്സുകൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എനിത്തിങ് പ്രൊഹിബിറ്റഡ് ഇൻ ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസ് ബൈ ദ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഓർ എനി അതർ ഓർഗനൈസേഷൻ. അത് പറയണ്ടല്ലോ, അറിയാമല്ലോ. അതായത് ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസുകൾ, അതായത് UPU വഴിയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പ്രൊഹിബിഷൻ തന്നെയാണ് ഡൊമസ്റ്റിക്കിൽ. എനി അതർ തിങ് പ്രൊഹിബിറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. അതായത് കാലാകാലങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് വരുത്തുന്ന പ്രൊഹിബിഷൻസ് ബാധകമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാകുമ്പോഴത്തേക്കും ഡൊമസ്റ്റിക് ഐറ്റംസിലുള്ള പ്രൊഹിബിഷൻസ് കഴിഞ്ഞ് ഇനി ഇൻ്റർനാഷണൽ ഐറ്റംസിലുള്ള പ്രൊഹിബിഷൻസ് ആണ്. അതിൽ പറയാം റെഗുലേഷൻ 25 ഷാൾ അപ്ലൈ ടു. അതായത് നമ്മളിപ്പോൾ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കേസിൽ ഉള്ള പ്രൊഹിബിഷൻസ് പറഞ്ഞല്ലോ, ഈ ഒരു പ്രൊഹിബിഷൻസ് ഒക്കെ ഇൻ്റർനാഷണൽ ഐറ്റംസിലും ബാധകമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റെഗുലേഷൻ 25 ഷാൾ അപ്ലൈ ടു ഇൻ്റർനാഷണൽ ഐറ്റംസ് ടു ബി ട്രാൻസ്മിറ്റഡ് ബൈ പോസ്റ്റ് ടു ഓർ ഫ്രം, ഇങ്ങോട്ടോ എനി ഫോറിൻ കൺട്രി ഓർ ടെറിട്ടറി എക്സെപ്റ്റ് ഇൻ ദ ഫോളോയിങ് കേസസ്. കുറച്ച് എക്സെപ്ഷൻ പറഞ്ഞിട്ട് താഴെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ എക്സെപ്ഷൻ. ഇത് പറഞ്ഞ ഡേഞ്ചറസ് ഗുഡ്സ് which may be transmitted by post between the country or territory of origin and destination that have declared their willingness to admit them either reciprocally or in one direction, provided that they comply with national and international relevant laws. അതായത് ചില അപകടകരമായിട്ടുള്ള ഗുഡ്സുകൾ, നമ്മൾ അപകടകരമായിട്ടുള്ള ഗുഡ്സുകൾ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ ചില കേസിൽ ഈ അപകടകരമായിട്ടുള്ള ഗുഡ്സുകൾ ചില രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനോ അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ സ്വീകരിക്കാനോ ഒക്കെ തയ്യാറാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് പോവും, ട്രാൻസ്മിറ്റ് ആവും ചില ഡേഞ്ചറസ് ഗുഡ്സുകൾ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഹാവ് ഡിക്ലെയർ ദർ വില്ലിങ്നെസ് ടു അഡ്മിറ്റ് ദം. അതായത് അതിനകത്ത് ആ വില്ലിങ്നെസ് അറിയിച്ചിരിക്കണം ആ രണ്ട് കൺട്രീസും. ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന രണ്ട് കൺട്രീസിൻ്റെ വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കംപ്ലൈ വിത്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റിലവൻറ്റ് ലോസ്, നാഷണലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നിയമമായിട്ട് ചേർന്ന് പോവുകയും വേണം. അടുത്തത് ലൈവ് ആനിമൽസിൻ്റെ കാര്യത്തിലുള്ള അഡ്മിഷനാണ്. ലൈവ് ആനിമൽസ് അനുവദിക്കും എപ്പോഴാണ്? ലെറ്റർ ഓഫ് പോസ്റ്റ് ഐറ്റമായിട്ട് ബീസ്, ലീച്ചസ് ആൻഡ് സിൽക്ക് വോംസ്, പാരസൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഇതിനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ അയക്കുമ്പോഴത്തേക്കും ഞങ്ങളിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോഴത്തേക്കും അതൊക്കെ അനുവദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെറ്റർ പോസ്റ്റ് ഐറ്റമായിട്ട് ഈ ബീസ്, ലീച്ചസ്, സിൽക്ക് വോംസ്, പാരസൈറ്റ്സ്, പിന്നെ നോക്ഷ്യസ് ആയിട്ടുള്ള ഇൻസെക്ട്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അയക്കുമ്പോൾ എന്തോ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പാഴ്സൽസിൻ്റെ കേസിൽ പാഴ്സലായിട്ട് ലൈവ് ആനിമൽസ് whose conveyance by post is authorized by the postal regulations or applicable laws of the countries or territories concerned. അതായത് പോസ്റ്റൽ റെഗുലേഷൻസും പിന്നെ ആപ്ലിക്കബിൾ ലോസൊക്കെ അപ്ലൈ ആയിട്ടുള്ള മേളിൽ പറഞ്ഞല്ലാത്തുള്ള ലൈവ് ആനിമൽസ് എല്ലാം പാഴ്സൽസ് ആയിട്ട് നമുക്ക് അയക്കാം. അടുത്ത ട്രാൻസ്മിഷൻ ഓഫ് പ്രീഷ്യസ് മെറ്റൽസ് ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ്, വിലപിടിപ്പുള്ള സ്റ്റോൺസ്, മെറ്റൽസ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും. പ്രീഷ്യസ് മെറ്റൽസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ആൻഡ് അതർ പ്രീഷ്യസ് മെറ്റൽസ്. പ്രീഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയമണ്ട് ഉൾപ്പെടും, അതുപോലത്തുള്ള കാര്യങ്ങൾ. ജ്വല്ലറി ഓർ എനി കോമ്പിനേഷൻ ഓഫ് ദീസ്, അതിൻ്റെ എന്തെങ്കിലും കോമ്പിനേഷനുകൾ. പിന്നെ കോയിൻസുകൾ, ബാങ്ക് നോട്ട്സുകൾ, കറൻസി നോട്ടുകൾ, പിന്നെ ട്രാവലേഴ്സ് ചെക്കുകൾ. ട്രാവലേഴ്സ് ചെക്കിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ. ഇപ്പോൾ അതൊന്നും വിശദമായിട്ട് അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയക്കുമ്പോഴത്തേക്കും ഇൻ നോ കേസ് ബി ട്രാൻസ്മിറ്റഡ് ബൈ പോസ്റ്റ് ഇൻ ആൻ അൺഇൻഷുർഡ് ലെറ്റർ പോസ്റ്റ് ഐറ്റം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺഇൻഷുർഡ് ആയിട്ടുള്ള ലെറ്റർ പോസ്റ്റ് ഐറ്റത്തിൽ പോവില്ല എന്നർത്ഥം. ഇൻഷുർ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ? പ്രീഷ്യസ് മെറ്റൽസ്, അതായത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, പിന്നെ ഡയമണ്ട്, പിന്നെ പറയുന്നത് എന്താ കോയിൻസ്, ബാങ്ക് നോട്ട്സ്, കറൻസി നോട്ട്സ്, ട്രാവലേഴ്സ് ചെക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺഇൻഷുർഡ് ലെറ്റർ പോസ്റ്റ് ഐറ്റത്തിൽ പോവില്ല, ഇൻഷുർഡ് ചെയ്യണമെന്നർത്ഥം. അടുത്ത പറയുന്നത് വിത്തൗട്ട് പ്രൊജുഡിസ് ടു ദ പ്രൊവിഷൻ, അതായത് എനി കൺട്രി ഓർ ടെറിട്ടറി മേ പ്രൊഹിബിറ്റ് ദ എൻക്ലോഷർ ഓഫ് ഗോൾഡ് ബുല്യൺ in insured or uninsured parcel originating from or addressed to its territory or sent in transit recovered across its territory to the actual value of the items or transmitted. അപ്പോൾ ചില കൺട്രികൾ അനുവദിക്കത്തില്ലെങ്കിൽ
അതായത് ഈ ഗോൾഡ് ബുള്ളിയനൊക്കെ ഇൻഷുർഡ് ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ അൺഇൻഷുർഡ് ആയിട്ടോ പാഴ്സലായിട്ട് അയക്കുമ്പോഴത്തേക്കും അത് അനുവദിക്കത്തില്ലെങ്കിൽ അത് പോകാൻ ഒക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചില കൺട്രീസ് അനുവദിക്കത്തില്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഗോൾഡ് ബുള്ളിയൻ ഒക്കെ വരുമ്പോഴത്തെ അയക്കേണ്ട കേസുകൾ. അപ്പോൾ അങ്ങനെ അയക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അത് ഇൻഷുർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അൺഇൻഷുർഡ് ആയിക്കോട്ടെ, ഇൻഷുർഡ് അൺഇൻഷുർഡ് പാഴ്സൽസിൽ ഈ ഗോൾഡ് ബുള്ളിയനൊക്കെ അയച്ചാൽ അങ്ങനെ അയക്കേണ്ടതെന്ന് ചില കൺട്രീസ് പറഞ്ഞാൽ അതിലൂടെ പോകത്തില്ല. ഒറിജിനേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ചെന്നെത്തേണ്ടതായിക്കോട്ടെ, ഇടയ്ക്ക് ഉള്ള ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന സ്ഥലമായിക്കോട്ടെ, അവിടെ ഒന്നും ഈ സമ്മതം ഇല്ലെങ്കിൽ പോകാൻ ഒക്കത്തില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഗോൾഡ് ബുള്ളിയൻ്റെ കേസിൽ. ഈ കൺസെൻ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഓരോ രാജ്യത്തിൻ്റെ സമ്മതം, അവരുടെ ലോസ് അനുസരിച്ച് സമ്മതം മൂളിക്കഴിഞ്ഞാൽ സാധനം പോകും. അതിലേതെങ്കിലും ഒരു രാജ്യം, ഈ ഒരു ട്രാൻസ്മിഷനിൽ ഉൾപ്പെടുന്ന രാജ്യം, സെൻറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ എത്തേണ്ടുന്ന ഡെസ്റ്റിനേഷൻ കൺട്രി ആയിക്കോട്ടെ, ഇവർ തമ്മിൽ ഇടയ്ക്ക് ഒരു കൺട്രി ഉൾപ്പെടുന്നെങ്കിൽ, അങ്ങനെ ഒരു കൺട്രി വഴിയാണ് അത് പോകുന്നതെങ്കിൽ ആ കൺട്രിയുടെ സമ്മതവും ഇതിനകത്ത് ആവശ്യമാണ് ട്രാൻസ്മിഷനകത്ത്. അങ്ങനെ ആ ഒരു കൺസെൻറ്റിൻ്റെ സമ്മതം മൂളുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റിൽ. അടുത്ത ഐറ്റംസ് ഫോർ ബ്ലൈൻഡ് പ്രൊഹിബിറ്റഡ് ഇൻ സർട്ടൻ കേസസ്. ചില കേസസിൽ ഈ ബ്ലൈൻഡ് ലിറ്ററേച്ചറിനകത്ത് പ്രൊഹിബിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ദ ഐറ്റംസ് ഷാൽ ബി പ്രൊഹിബിറ്റഡ് ഫ്രം ബീയിങ് ട്രാൻസ്മിറ്റഡ് ആസ് പ്രിന്റഡ് പേപ്പേഴ്സ് ആൻഡ് ലിറ്ററേച്ചർ ഫോർ ബ്ലൈൻഡ് അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. താഴെ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഈ പ്രിന്റഡ് പേപ്പേഴ്സ് ആയിട്ട് പോകുന്നതിലും ലിറ്ററേച്ചർ ഫോർ ദ ബ്ലൈൻഡ് ആയിട്ട് പോകുന്നതിലും ഉള്ള പ്രൊഹിബിഷൻസ് ആണ് പറയുന്നത്. ഷാൾ നോട്ട് ബിയർ എനി ഇൻസ്ക്രിപ്ഷൻ ഓർ കണ്ടെയ്ൻ എനി ഐറ്റം ഓഫ് കറസ്പോണ്ടൻസ്. മറ്റുള്ള വേറെ ഇൻസ്ക്രിപ്ഷനുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറസ്പോണ്ടൻസുകളോ ഒന്നും പാടില്ല. ബ്ലൈൻഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ബ്ലൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ലിറ്ററേച്ചറിനകത്ത് ആ അന്ധന്മാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് വേണ്ടത്, വേറെ അല്ലാതെ ഉള്ള കറസ്പോണ്ടൻസുകളൊന്നും പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോട്ട് കണ്ടെയ്ൻ എനി പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ഓർ ഫോം ഓഫ് പ്രീപേയ്മെൻറ്റ്. പോസ്റ്റേജ് സ്റ്റാമ്പ് പോലുള്ള പ്രീപേയ്മെൻറ്റ് ഫോമുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ക്യാൻസൽഡ് ഓർ നോട്ട്, ക്യാൻസൽ ചെയ്തതോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാത്തതോ ആയിട്ടുള്ളതൊന്നും കാണാൻ പാടില്ല. ഓർ ഇനി പേപ്പർ റെപ്രസെൻറ്റിങ് മോണിറ്ററി വാല്യൂ ഉള്ള പേപ്പറുകളൊന്നും പാടില്ല. എക്സെപ്റ്റ്, അതിൻ്റെ എക്സെപ്ഷൻ കേസ് പറയുന്നു. ഇതൊക്കെ കാണാം ഇഫ് അതിനകത്തൊരു എൻക്ലോഷനകത്തിട്ട് അല്ലെങ്കിൽ കാർഡിൽ റാപ്പറിലൊക്കെ ഇട്ടിട്ട് അതൊരു റിട്ടേൺ പർപ്പസിന് തിരിച്ചു വരാൻ, അതായത് അതിനകത്ത് നമ്മുടെ അയക്കുന്ന ആളുടെ അഡ്രസ്സൊക്കെ പ്രിൻ്റ് ചെയ്ത് അത് തിരിച്ചു വരുന്ന, അല്ല റിപ്ലൈ പോസ്റ്റ് കാർഡൊക്കെ ഇല്ലേ, ആ ഐഡിയ തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് അയക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഐറ്റം കണ്ടെയ്ൻസ് എൻക്ലോഷർ അല്ലെങ്കിൽ കാർഡ് റാപ്പർ ബിയറിംഗ് ദ പ്രിന്റഡ് അഡ്രസ് ഓഫ് ദി സെൻറ്റർ. അതായത് സെൻറ്ററിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റാപ്പറിലോ ഒക്കെ ഇത് ഉൾപ്പെടാം, സ്റ്റാമ്പുകളൊക്കെ. അല്ലാതുള്ള കേസിൽ ഈ പോസ്റ്റേജ് സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ മോണിറ്ററി വാല്യുള്ള പേപ്പറുകളൊന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നു. ഐറ്റംസ് ട്രാൻസ്മിറ്റഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് റെഗുലേഷൻ 27 വിരുദ്ധമായി അയച്ച കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അയച്ചുള്ള ഒരു കാര്യങ്ങളും നോ സർക്കംസ്റ്റൻസസ് ബി ഫോർവേഡ് ടു ദെയർ ഡെസ്റ്റിനേഷൻ ലോഡ് അഡ്രസ്സിംഗ് ആൻഡ് റിട്ടേൺ ടു ഒറിജിൻ വേർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. അതായത് അങ്ങനെയുള്ള കാര്യത്തിൽ അയക്കില്ല, അത് തിരിച്ച് പോകുന്നതാണ് പറയുന്നത്. ഇനി അടുത്തത്, അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ അതിനെ 27 ധിക്കരിച്ചുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു സാധനം കണ്ടുപിടിക്കപ്പെട്ടാൽ ഡ്യൂറിങ് ട്രാൻസിറ്റ് ഇറ്റ് ഷാൽ ബി ഹാൻഡിൽഡ് അണ്ടർ ദ ആപ്ലിക്കബിൾ ലോ ഓഫ് ദ കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ട്രാൻസിറ്റ്. അത് എവിടെ വെച്ച് അത് കണ്ടുപിടിക്കുന്ന അവിടുത്തെ കൺട്രിയിലെ ലോ അനുസരിച്ച് ഇത് ഹാൻഡിൽ ചെയ്യപ്പെടും എന്ന് പറയുന്നു. അത് ഡെസ്റ്റിനേഷൻ കൺട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കുന്ന ഒരു കൺട്രി ആയിക്കോട്ടെ, എവിടെ വെച്ച് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നു അവിടെ വെച്ചത് ആ രാജ്യത്തിലെ നിയമം പോലെ ഹാൻഡിൽ ചെയ്യപ്പെടും എന്ന് പറയുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വേറെ ഇനി ഐറ്റം റിഫേർട്ട്, അതായത് ഇങ്ങനെയുള്ള ഒരു കോൺട്രാവെൻഷൻ നിയമത്തെ തെറ്റിച്ച് പോയൊരു സാധനം കണ്ടുപിടിച്ചെന്ന് വെച്ചോ, ഈ ഡിസ്കവേർഡ് ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ സമയത്ത് കണ്ടുപിടിച്ചു. ഇറ്റ് ഷാൽ ബി ലയബിൾ ടു ബി റിമൂവ്ഡ്. അതിനകത്തുനിന്ന് അത് റിമൂവ് ചെയ്യപ്പെടും. ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് ഇൻ എനി മാനർ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അത് ഡിസ്പോസ് ചെയ്യപ്പെടും. ആൻഡ് ദ റിമൈൻഡർ ഓഫ് ദ ഐറ്റം ഷാൽ ബി ഫോർവേഡ് ടു ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. ബാക്കിയുള്ള അതിനകത്ത് എന്തെങ്കിലും ബാക്കി ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ, കുറേ സാധനങ്ങൾ കൂട്ടി അയച്ചതാണ്, അപ്പോൾ അത് 1-2 ഇത് നിയമത്തെ ലംഘിച്ചതാണ്, അതെടുത്ത് മാറ്റിയിട്ട് അത് ഡിസ്പോസ് ചെയ്യും. ബാക്കി റിമൈൻഡർ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പക്കയാണെങ്കിൽ, റൂൾസിനനുസരിച്ച് പോകാൻ അത് യോഗ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ ഫോർവേഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർവേഡ് ടു ഡെസ്റ്റിനേഷൻ കൺട്രിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. ടുഗദർ വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്പോസൽ ഓഫ് സച്ച് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ്. അതിൻ്റെ കൂടെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ എടുത്തു മാറ്റപ്പെട്ട റിമൂവ് ചെയ്യപ്പെട്ട
അനുവദിക്കാനാവാത്ത ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നിയമം തെറ്റിച്ച് കുറേ സാധനങ്ങൾ പോകുന്നു, അപ്പോൾ അത് തുറക്കുന്നു, നിയമത്തിന് പറ്റാത്തടുത്ത് മാറ്റുന്നു, ബാക്കി അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അതിങ്ങനെ റൂൾ വഴി പറയുമ്പോഴത്തേക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും പ്രൊഹിബിഷൻസ് എന്ന ഭാഗം കവറായിരിക്കുകയാണ്. ഡൊമസ്റ്റിക്കും പറഞ്ഞു, ഇൻ്റർനാഷണലിയും പറഞ്ഞു. എളുപ്പമുള്ള പോർഷനാണെന്നാലും ഒന്ന് ശ്രദ്ധിക്കുക, ഓരോ വേർഡ്സും നോക്കി വെക്കുക, ഓരോ വാക്യങ്ങളും മനസ്സിലേക്ക് കടത്തുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.